ഇമ്പോർട്ടിംഗ് വീഡിയോ, ഓഡിയോ ആൻഡ് ടെക്സ്റ്റ്. VN ആപ്പിൽ എങ്ങനെയാണ് വീഡിയോ, ഓഡിയോ അതുപോലെ ടെക്സ്റ്റുകൾ ആഡ് ആക്കുന്നത് എന്നതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ ഫോണിൽ VN ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും, ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും നമുക്ക് VN ഡൗൺലോഡ് ആക്കാവുന്നതാണ്. ശേഷം VN ഓപ്പൺ ആക്കുക. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആണ്. അവിടെ പ്രൊജക്റ്റ്, വർക്ക്സ് എന്നിങ്ങനെയൊക്കെ കാണാം. ഓൾറെഡി ചെയ്തിട്ടുള്ള വർക്ക്സ് ഇതിൽ നിന്ന് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഇനി VNൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പേജിൽ ഫോട്ടോ, ഓവർലേ ഓപ്ഷൻസ് എന്നിവയൊക്കെ കാണാവുന്നതാണ്. VN ഉപയോഗിച്ച് ഫോട്ടോ എഡിറ്റിങ്ങും സാധ്യമാണ്. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെ ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി തുറന്നു വരുന്നതായി കാണാം. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. സാധാരണയുള്ള ഫോട്ടോ എഡിറ്റിംഗ് ആപ്പ് പോലെ തന്നെ നമുക്ക് VNനും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫിൽട്ടർ ആണ് ട്രൈ ചെയ്യുന്നത്. ധാരാളം ഫിൽട്ടറുകൾ VNൽ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിൽട്ടർ സെലക്ട് ചെയ്തു. അതിൽ നിന്ന് അപ്ലൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് താഴ്ഭാഗത്ത് ധാരാളം ഓപ്ഷനുകൾ VNൽ തന്നെ കാണാവുന്നതാണ്. ഞാനിവിടെ ടെക്സ്റ്റ് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണ്. സാധാരണ ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പിൽ ഉപയോഗിക്കാൻ പറ്റത്തക്ക വിധത്തിലുള്ള എല്ലാ തരം ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ഞാനിനി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സെറ്റാക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിനായി ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുകയാണ്. ഫോട്ടോ എഡിറ്റിംഗ് ഓപ്ഷനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വിവിധ തരത്തിൽ ടൂൾസുകൾ ട്രൈ ചെയ്യാവുന്നതാണ്. ശേഷം സേവ് കൊടുക്കുക. ഇതിൽ തന്നെ ഓവർലേ ഓപ്ഷനും കാണാവുന്നതാണ്. ഈ ഓപ്ഷനുകളൊക്കെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമേജസ് ആഡ് ചെയ്ത് വിവിധ രീതിയിലുള്ള ലേഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നത് നോക്കാം. ഇമ്പോർട്ട് വീഡിയോ ഓർ മ്യൂസിക്. ഇതിനായി ഈ കാണുന്ന വിൻഡോയിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് രണ്ട് എഡിറ്റിംഗ് മോഡ് കാണാവുന്നതാണ്, വീഡിയോ ബേസ്ഡ് ആൻഡ് മ്യൂസിക് ബേസ്ഡ്. ഇതിൽ മ്യൂസിക് ബേസ്ഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തെളിയുന്നത് മ്യൂസിക് ആയിരിക്കും. അതിനനുസരിച്ച് നമ്മൾ എഡിറ്റ് ചെയ്യണം. വീഡിയോ ബേസ്ഡ് ആവുമ്പോൾ ആദ്യം ആഡ് ആക്കുന്നത് വീഡിയോസ് ആയിരിക്കും. അതിനനുസരിച്ചിട്ടാണ് ശേഷമുള്ള എഡിറ്റിങ്ങുകൾ വരിക. ഞാനിവിടെ വീഡിയോ ബേസ്ഡ് ആണ് ചൂസ് ചെയ്യുന്നത്. വീഡിയോ ബേസ്ഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. നമുക്ക് ഫോട്ടോസ് ഉപയോഗിച്ചും വീഡിയോസ് ഉപയോഗിച്ചും ഒക്കെ തന്നെ എഡിറ്റിങ്ങിന് ആവശ്യമുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫോട്ടോ ഓപ്ഷൻസും കാണാം. ഞാനിപ്പോൾ വീഡിയോ യൂസ് ചെയ്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായി വീഡിയോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വീഡിയോസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ 2 വീഡിയോസ് സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്ത വീഡിയോ ഇത്തരത്തിൽ വരുന്നത് കാണാം. ഇപ്പോൾ 2 വീഡിയോസ് ആണ് ഇമ്പോർട്ട് ആക്കിയിട്ടുള്ളത്. ഇവിടെ ബാക്കി മ്യൂസിക്, ടെക്സ്റ്റ് ഓപ്ഷൻസും സ്റ്റിക്കർ ഓപ്ഷൻസും ഒക്കെ കാണാവുന്നതാണ്. ഇനി എക്സ്ട്രാ ക്ലിപ്സ് ആൻഡ് ഇമേജസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് VNൻ്റെ താഴ്ഭാഗത്ത് നിന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാവുന്നതാണ്. ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇമേജസ് നമുക്ക് വീണ്ടും ആഡ് ആക്കാവുന്നതാണ്. പലപ്പോഴും വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ഇടയിലായിരിക്കാം നമുക്ക് മറ്റൊരു ഇമേജോ അല്ലെങ്കിൽ വീഡിയോ ആഡ് ആക്കണമെന്ന് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആഡ് ആക്കാവുന്നതാണ്. നെക്സ്റ്റ്, ആഡ് ഓഡിയോ. VNൽ എങ്ങനെ ഓഡിയോ ആഡ് ആക്കാമെന്ന് നോക്കാം. അതിനായി ട്രാക്കിൽ കാണുന്ന മ്യൂസിക് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മ്യൂസിക് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത് 3 ഓപ്ഷൻസ് ആണ്: മ്യൂസിക്, സൗണ്ട് എഫക്റ്റ്, അതുപോലെ തന്നെ റെക്കോർഡിംഗ്. 3ഉം ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മ്യൂസിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ ആദ്യം തന്നെ VNൽ അവൈലബിൾ ആയിട്ടുള്ള മ്യൂസിക് എങ്ങനെ ആഡ് ആക്കാമെന്നാണ് നോക്കുന്നത്. അതിന് മുകൾ ഭാഗത്ത് മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ധാരാളം
മ്യൂസിക്കുകൾ ആഡ് ആക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഓവർ ദ ലിമിറ്റ് എന്ന് പറഞ്ഞ മ്യൂസിക്കാണ് ഞാൻ ആഡ് ആക്കാൻ പോകുന്നത്. ആ മ്യൂസിക് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം യൂസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് 3 ഓപ്ഷൻസ് കാണാവുന്നതാണ്. വോളിയം, ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട്. വോളിയം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും അനുസരിച്ച് ശബ്ദത്തിൽ മാറ്റം സംഭവിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷനാണ് ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട്. ഫെയ്ഡ് ഇൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓഡിയോയുടെ ആദ്യത്തെ ഭാഗം ശബ്ദം കുറഞ്ഞ രീതിയിൽ കേട്ട് പിന്നീട് ഇൻക്രീസ് ആവുന്ന രീതിയിലാണ് കേൾക്കുക. ഫെയ്ഡ് ഔട്ട് കൂട്ടുമ്പോൾ അവസാനത്തെ ഭാഗം ശബ്ദം ഗ്രാജുവലായി കുറയുന്നത് കാണാം. ഈ ഓപ്ഷൻസ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓഡിയോ ഡിഫറെൻറ്റ് ഇഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ മ്യൂസിക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി ഞാൻ മറ്റൊരു മ്യൂസിക് കൂടി ആഡ് ചെയ്യുകയാണ്. അതിന് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ പലപ്പോഴും 2 ട്രാക്കുകൾ അല്ലെങ്കിൽ 3 ട്രാക്കുകൾ ഒരേ വീഡിയോയിൽ ഓൺ ആയിട്ട് കാണാം. VN-ൽ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഡിഫറെൻറ്റ് ഓഡിയോ ട്രാക്കുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. നമുക്ക് ഒരു ഓഡിയോ പ്ലേ ചെയ്തതിന് ശേഷം മറ്റൊരു ഓഡിയോ കണ്ടിന്യൂസ് ആയി പ്ലേ ചെയ്യുന്നതിനും ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി ഞാൻ മൂന്നാമതായി നോക്കുന്നത് സൗണ്ട് എഫക്ട്സ് ആണ്. മ്യൂസിക് ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്ത് സൗണ്ട് എഫക്ട്സ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. പല വീഡിയോസിൻ്റെയും ട്രാൻസിഷൻ്റെ ഇടയിൽ ചെറിയ രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാവുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ചെറിയ സൗണ്ട് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് പല ട്രാൻസിഷനിലും സൗണ്ട് എഫക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ കൂടി പരിചയപ്പെടുത്താം, എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ. നമുക്ക് പല വീഡിയോകളിലും ഓൾറെഡി മ്യൂസിക്കുകൾ അല്ലെങ്കിൽ ഓഡിയോകൾ അവൈലബിൾ ആയിരിക്കാം. ഈ ഓഡിയോസ് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോ എഡിറ്റിങ്ങിൽ ഉപയോഗപ്പെടുത്താം എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിനായി ആദ്യം തന്നെ മ്യൂസിക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മ്യൂസിക് കിടപ്പുള്ള വീഡിയോ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. ഈ മ്യൂസിക് ആൽബം എന്നുള്ള രീതിയിലാണ് സേവ് ചെയ്യപ്പെടുക. ഈ മ്യൂസിക് നമുക്ക് യൂസ് ഓപ്ഷൻ ഉപയോഗിച്ച് ട്രാക്കിൽ കൊണ്ടുവരാവുന്നതാണ്. ഏത് പോർഷനാണ് വേണ്ടത് എന്നനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുക. ശേഷം നമുക്ക് ഇത്തരത്തിൽ മ്യൂസിക് ട്രാക്കിൽ വന്നതായി കാണാം. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ പരിചയപ്പെടാം, മ്യൂസിക്കിൽ തന്നെയുള്ള റെക്കോർഡിംഗ് ഓപ്ഷൻ. അതിനായി മ്യൂസിക് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, റെക്കോർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് പലപ്പോഴും വീഡിയോയ്ക്ക് വോയിസ് ഓവർ നൽകാനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓൺ വോയിസ് റെക്കോർഡ് ചെയ്ത് ഏത് പോർഷനിലാണ് വേണ്ടത് എന്നതനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇത് സ്പ്ലിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ VN-ൽ ലഭ്യമാണ്. വളരെ എളുപ്പത്തിൽ ഓഡിയോ റെക്കോർഡിംഗ് സാധ്യമാകുന്ന ഒരു ആപ്പാണ് VN. മറ്റൊരു ഓപ്ഷൻ നോക്കാം, ആഡ് ടെക്സ്റ്റ്. പല വീഡിയോസിലും നമുക്ക് പല രീതിയിലുള്ള ടെക്സ്റ്റുകൾ കാണാവുന്നതാണ്. ചിലപ്പോൾ ഇൻട്രോ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ സബ് ടൈറ്റിൽ രൂപത്തിലായിരിക്കാം. പല രീതിയിലും ടെക്സ്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെ ഇനി ആഡ് ആക്കാമെന്ന് നോക്കാം. അതിനായി മ്യൂസിക് ഐക്കണിന് താഴ്ഭാഗത്തുള്ള ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് ആഡ് ഹെഡിങ്, ആഡ് സബ് ഹെഡിങ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ടെക്സ്റ്റുകൾ കാണാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ട്രാവൽ എന്ന് എഡിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ FF ഓപ്ഷൻ ഉപയോഗിച്ച് ഞാൻ ഫോണ്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഇതിൽ തന്നെ ലെറ്റർ സ്പേസിംഗ് ഓപ്ഷൻ, അതുപോലെ തന്നെ പല ഓപ്ഷൻസും നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. ടെക്സ്റ്റിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ധാരാളം ടൂൾസുകൾ ലഭിക്കുന്നതാണ്. ഇതിൽ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കളർ, അതുപോലെ തന്നെ ഫോണ്ട്, ലെറ്റർ സ്പേസിംഗ്, ബോൾഡ്നെസ്, ഷെയ്ഡ്,
അങ്ങനെ എല്ലാ വിധത്തിലുള്ള ചേഞ്ചസും നമ്മുടെ ടെക്സ്റ്റിൽ വരുത്താവുന്നതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് എഫക്റ്റുകൾ ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി മ്യൂസിക് ഐക്കണിനും ടെക്സ്റ്റ് ഐക്കണിനും താഴെയുള്ള സ്റ്റിക്കർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ധാരാളം സ്റ്റിക്കർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ചൂസ് ചെയ്യുന്നതാണ് വീഡിയോയുടെ ഭംഗിക്ക് എപ്പോഴും നല്ലത്. ഞാനിവിടെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ സെലക്ട് ചെയ്യുകയാണ്. പലപ്പോഴും യൂട്യൂബ് വീഡിയോസിൻ്റെയൊക്കെ താഴെയായി ഇത്തരത്തിലുള്ള സ്റ്റിക്കർ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്റ്റിക്കറും ട്രാക്കിൽ എത്ര വേണം എന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്റ്റിക്കർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ വീഡിയോയുടെ ഏതൊക്കെ പോർഷനിൽ സ്റ്റിക്കർ വേണം എന്നതിനനുസരിച്ച് നിങ്ങൾക്കത് ക്രമീകരിക്കാവുന്നതാണ്. ഇന്ന് VN ആപ്പ് വഴി എങ്ങനെ ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാമെന്നാണ് പഠിച്ചത്. ഒരു വീഡിയോയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതിലെ ഇമ്പോർട്ടിംഗ് ഓപ്ഷൻ. ഇനി കമ്മിങ് വീഡിയോസിൽ VN ആപ്പിൻ്റെ ടൂൾസുകൾ പരിചയപ്പെടാം. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.